ഇരിക്കെ. PWD ഓഫീസ് ആക്രമിച്ച് പ്യൂണിനെ മർദ്ദിച്ച പ്രതികൾ ഇതുവരെ ഹാജരായിട്ടില്ല. അവർ എവിടെ ഉണ്ടെങ്കിലും പൊക്കിയിരിക്കണം. വാ, ജീപ്പ് ഇറക്ക്. അതിന്റെ ആവശ്യമില്ല സാർ. മാഷിന് 100 ആയിസ. അല്ല, മാഷിന്റെ മോനും 100 ആയിസ. ഞാനിപ്പോ ആകാശിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മൂന്നാറിന്ന് എപ്പോ എത്തി? ഇന്നലെ രാത്രിയിൽ എത്തിയായിരുന്നു സാർ. പ്രതി അന്വേഷിച്ച് മൂന്നാറിൽ പോകാനിരുന്നതാ. പ്രതിയെന്ന് പറയില്ല സാർ. ഓഫീസിലുണ്ടായ സംഭവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടോ ഇല്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. സാർ, ആകാശ് പറഞ്ഞത് സത്യമാ. ഇതുമായിട്ട് ഇവന് യാതൊരു ബന്ധവുമില്ല. ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം എന്താ? ഈ സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഇല്ല, മൂന്നാറില്ല. ഞാനും എന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. സാറിനെ ഫോണിൽ വിളിച്ചപ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത്. ശരിക്കും നിങ്ങൾ മൂന്നാറിലായിരുന്നോ? അതെ സാർ. ഇത് ഞാൻ മൂന്നാറിൽ താമസിച്ചതിന്റെ പ്രൂഫാണ് സാർ. ആകാശ് മൂന്നാറിലാണെന്നത് സത്യമാണെന്ന് മനസ്സിലായി. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് അരവിന്ദിനെ ഓപ്പറേറ്റ് ചെയ്തായി കൂടെ? ഞാൻ എന്തിനങ്ങനെ ചെയ്യണം സാർ? അതുകൊണ്ട് എനിക്കെന്താ ഗുണം? ഗുണമുണ്ടല്ലോ ആകാശ്. ചീഫ് എഞ്ചിനീയറോടുള്ള നിങ്ങളുടെ പക. നിങ്ങൾ പണിഷ്മെന്റ് ഡ്യൂട്ടിയിലായിരുന്നില്ലേ? അതിനു മുമ്പ് ഓഫീസിൽ പ്രശ്നമുണ്ടായിട്ട് നിങ്ങളുടെ അച്ഛൻ ഓഫീസിൽ വന്ന് ചീഫ് എഞ്ചിനീയറോട് സംസാരിച്ചിരുന്നില്ലേ? ആ സമയത്ത് ചീഫ് എഞ്ചിനീയർ നിങ്ങളുടെ അച്ഛനോട് മോശമായി സംസാരിച്ചു. ഇതൊക്കെ ഒരു കാരണമാണല്ലോ ആകാശ്. സ്ഥലത്തില്ല എന്ന് വരുത്തി തീർത്ത് സംഭവം പ്ലാൻ ചെയ്തു. എന്താ, അങ്ങനെയല്ലേ? ചില സമയത്ത് സത്യങ്ങളും നുണയായിട്ട് തോന്നും സാർ. പക്ഷെ എന്റെ മകൻ ഇങ്ങനൊന്നും ചെയ്യില്ല. പണിഷ്മെന്റ് ഡ്യൂട്ടി കിട്ടിയെന്നുള്ളതൊക്കെ സത്യ. ഞാനതിനെ ചോദ്യം ചെയ്ത് ഓഫീസിൽ പോയി ഇവനെ കൂട്ടിക്കൊണ്ടു വന്നതും സത്യ. പക്ഷേ അരവിന്ദനെ കൊണ്ട് ആകാശെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യിക്കില്ല. അരവിന്ദും ആകാശുമായി ഇപ്പൊ ഒരു ബന്ധവുമില്ല. അരവിന്ദിന് ആകാശുമായി ബന്ധമില്ലെങ്കിൽ അരവിന്ദ് എന്തിന് ആകാശിന്റെ ഓഫീസിൽ പോയി ഭീഷണിപ്പെടുത്തി? ഓഫീസ് തല്ലി തീർക്കേണ്ട കാര്യമില്ലല്ലോ. അരവിന്ദേട്ടൻ എന്തിനാ ഇങ്ങനെ ചെയ്തേന്നാ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്. പിയൂൺ മുരുകൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആകാശ് പറഞ്ഞിട്ടാണ് അരവിന്ദ് ഇതൊക്കെ ചെയ്തതെന്ന്. ആകാശിനെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. അതെങ്ങനെയാ സാറേ? ഒരു തെറ്റും ചെയ്യാത്ത ആകാശിന്റെ പേരിൽ എങ്ങനെയാ ആക്ഷൻ എടുക്കുന്നത്? ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആകാശിന്റെ ചേട്ടനാണ് അരവിന്ദ്. ആ ഒരു ബന്ധം മതി എനിക്ക് ആകാശിന്റെ കസ്റ്റഡിയിൽ എടുക്കാൻ. സാർ എന്തായി പറയുന്നത്? ആകാശിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും മാഷേ. ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആകാശ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അരവിന്ദ് ഒന്ന് പറയണം. താൻ ഒറ്റയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണെന്ന് അരവിന്ദ് പറയണം. അപ്പോ ആകാശ് ഈ കേസിൽ പ്രതിയല്ലാതാവും. അതുവരെ ആകാശ് പ്രതി തന്നെയാ, കസ്റ്റഡിയിലിരിക്കണം. സർ, അരവിന്ദ് എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അവൻ എങ്ങനെ വന്ന് പറയാനാ? ചേട്ടൻ ചെയ്ത കുറ്റത്തിന് അനിയനെ കസ്റ്റഡിയിൽ എടുക്കുന്ന എന്തിനാ സാർ? മാഷിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്. ആകാശിനെ വിടണമെങ്കിൽ പിയൂൺ മുരുകൻ തന്നെ കംപ്ലൈന്റ് പിൻവലിക്കണം. ആകാശ് ഇപ്പോൾ സ്റ്റേഷനിൽ ഹാജരായതുകൊണ്ട് ഞാൻ പിയൂൺ മുരുകനുമായി പേഴ്സണലായി സംസാരിച്ചു നോക്കാം.